Hi friends, ഞാൻ ഫുഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് വാഴച്ചുണ്ട് തോരനുമായിട്ടാണ്. വാഴച്ചുണ്ട്, വാഴപ്പൂവ് എന്ന് പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ വാഴച്ചുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ചില വാഴച്ചുണ്ടുകൾക്ക് കയ്പുണ്ടാവും. അപ്പോൾ നമ്മൾ കയ്പില്ലാത്തത് നോക്കി വേണം തോരൻ വെക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ വെച്ച് നോക്കിയിട്ട് കയ്പൊന്നുമില്ല. അപ്പം ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ വാഴച്ചുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പുറത്തെ ലെയേഴ്സ് കുറച്ച് നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ ഉള്ളിലൊരു വൈറ്റ് കളർ ആവുന്നോടം വരെ നമ്മൾ ഇത് എടുത്ത് കളയണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ പൂവൊന്നും എടുക്കണ്ട. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാം. കണ്ടപ്പോൾ വൈറ്റ് കളറ് വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയേ പൊളിച്ചുള്ളൂ. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിയണം. കൊത്തി അരിയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കറ കയ്യിലാകാതിരിക്കാൻ വേണമെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം കയ്യിൽ. ഞാൻ ഇത് ഫുൾ അരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്കിനി ഇതിലെ കറ കളയാനായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് വെക്കണം. അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളം ഞാൻ വെച്ചിരുന്നു. എന്നിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പം നമുക്കിത് ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പം ഇത് സാധാരണ നമ്മൾ തേങ്ങ ഇട്ട് വെക്കും പോലെ അല്ല തോരൻ വെക്കുന്നത്. അപ്പോൾ തേങ്ങ ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കണം. പിന്നെ ഒരു 3-4 ചെറിയ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക്, നമുക്ക് എരിവിനനുസരിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് ഇട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. അതൊരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് കൂട്ടിയിടണം. അപ്പോൾ പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട. ജസ്റ്റ് ഒന്ന് നമ്മളൊരു മിക്സിയിലിട്ടൊന്ന് 2 കറക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇതിൽ. ജസ്റ്റ് ഒന്ന് ജീരകവും മുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ഒതുങ്ങി കിട്ടിയാൽ മതി. അത്രയും മതി. ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കണ്ട. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞിട്ടില്ല. ഏകദേശം ഈ പാകം. തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അരച്ച അരപ്പ് ഇനി നമുക്ക് ഈ വാഴച്ചുണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തോരൻ ഉണ്ടാക്കാനായിട്ടൊരു പാത്രം വെക്കുക. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിൽ ഒരു 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വാഴച്ചുണ്ടും അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എളുപ്പമാണ്. ഒരുപാട് നേരമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കുക്കാവും. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി അരപ്പും വാഴച്ചുണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് മതി. ഒരുപാട് ഉപ്പ് വേണ്ട. 1 ടീസ്പൂൺ ഉപ്പ് മതി. നമ്മൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ അരപ്പ് ഈ വാഴച്ചുണ്ടിലേക്ക് പിടിക്കും പോലെ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചാൽ മതി. ഞാൻ അടച്ചു വെക്കാണ്. ഇങ്ങനെ 2-3 മിനിറ്റ് വെച്ചാൽ മതി. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം.
അപ്പോൾ ഇതിൽ വേറെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വറ്റിക്കണം. അത് തുറന്ന് വെച്ച് തന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാം. ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് വളരെ നല്ലൊരു തോരനാണ്, വളരെ ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനമാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.